So here is our next question. You need to construct a PDA for the language a raised to n, b raised to m, c raised to n, where m comma n is greater than or equal to 1. Okay. ഇനി നമ്മൾ സ്റ്റാക്ക് എം ടി ചെയ്തിട്ടാണ് നമ്മൾ ഏതൊരു ലാംഗ്വേജും ആക്സെപ്റ്റഡ് ആവുകയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? ഐ ടോൾഡ് യു ദർ ആർ 2 methods. Either you can reach the accepting state by emptying the stack. ഒന്നില്ലെങ്കിൽ നമുക്ക് സ്റ്റാക്ക് എം ടി ചെയ്തിട്ട് നമുക്ക് ആ പർട്ടിക്കുലർ ലാംഗ്വേജ് ആക്സെപ്റ്റഡ് ആയി എന്ന് പറയാം. അല്ലെങ്കിൽ നമ്മളൊരു ആക്സെപ്റ്റിംഗ് സ്റ്റേറ്റിലേക്ക് എത്തിയിട്ട് നമുക്കത് ആക്സെപ്റ്റഡ് ആയി എന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ എപ്പോഴും ഇത് ചെയ്യുമ്പോൾ സ്റ്റാക്ക് എം ടി ആക്കാനാണ് നമുക്ക് ഏറ്റവും എളുപ്പം. സ്റ്റാക്ക് എം ടി ആക്കിയിട്ട് നമ്മൾ ഒരു സ്റ്റേറ്റിലേക്ക് എത്തണതാണ് നമുക്ക് എപ്പോഴും ആ ഒരു മെത്തേഡ് ഫോളോ ചെയ്യണതാണ് നമുക്ക് എപ്പോഴും ഈസി. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കൂ. ഇവിടെ മൈ ക്വസ്റ്റ്യൻ ഇസ് എ റേസ് ടു എൻ, ബി റേസ് ടു എം, സി റേസ് ടു എൻ. അതായത് എൻ്റെ സ്റ്റാക്കിലേക്ക് എം ടി ആക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് എനെയും സിനെയും മാത്രമേ കൺസിഡർ ചെയ്യാൻ പാടുള്ളൂ. ബി എന്നുള്ളൊരു സിമ്പിളെ എനിക്ക് കൺസിഡർ ചെയ്യാൻ പാടില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ എ ആണെങ്കിൽ എയും സിയും നമ്പർ സെയിം ആണ്, രണ്ടും എൻ ആണ്. ഓക്കെ, വിച്ച് മീൻസ് എനിക്കൊരു 2 എ ഇൻസേർട്ട് ചെയ്യുകയാണെങ്കിൽ 2 സി വന്നു കഴിഞ്ഞാൽ എനിക്ക് സ്റ്റാക്ക് എം ടി ആവാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് മെത്തേഡാണ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ യു സിംപ്ലി ഓൺ സീയിങ് ബി യു സിംപ്ലി മൂവ് ടു അനദർ സ്റ്റേറ്റ്. സ്റ്റേറ്റ് മാറും, പക്ഷെ നമ്മൾ ബീനെ നമ്മൾ ഇൻസേർട്ട് ചെയ്യില്ല സ്റ്റാക്കിലേക്ക്. ദാറ്റ് ഈസ് വാട്ട് യു ഡു. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനൊരു ബി വരുമ്പോൾ നമ്മൾ ഇഫ് യു ആർ ഇൻ എ സ്റ്റേറ്റ് Q0 ബി വരികയാണെങ്കിൽ നമ്മൾ Q1 എന്നുള്ള സ്റ്റേറ്റിലേക്ക് പോവും, പക്ഷെ നമ്മൾ ബി നമ്മൾ ഇൻസേർട്ട് ചെയ്യില്ല. യു ഓൺലി മൂവ് ദ സ്റ്റേറ്റ്. എന്നിട്ട് എ എല്ലാം പുഷ് ചെയ്തതിന് ശേഷം സി വെച്ചിട്ട് ഈ എയിനെയൊക്കെ പോപ്പ് ചെയ്ത് കളയും. അങ്ങനെ നമുക്ക് സ്റ്റാക്ക് എം ടി ആക്കാം. ഓക്കെ, സോ ഈ ഒരു ഐഡിയ വെച്ചിട്ട് നമുക്കിത് എങ്ങനെ ചെയ്യാൻ പറ്റും നിങ്ങളൊന്ന് പറഞ്ഞേ. Initially I am in a state Q0. Okay, Q0ൽ എനിക്ക് ഒരു എൻ്റെ ഇൻപുട്ടിൽ ഐ എം ടേക്കിംഗ് ദിസ് ആസ് എ ബി ബി സി സി. ഓക്കെ, ഇതാണ് ഞാൻ എൻ്റെ സ്ട്രിങ് ആയിട്ട് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കൂ, എനിക്ക് ഇൻപുട്ട് എ വന്നു. ടോപ്പ് ഓഫ് ദ സ്റ്റാക്കിൽ ഡോളർ മാത്രമേ ഉള്ളൂ. അപ്പോൾ എൻ്റെ കറണ്ട് ടോപ്പ് ഓഫ് ദ സ്റ്റാക്ക് $A ആവും. ഓക്കെ, ഇനി തിരിച്ചു എനിക്കൊരു എ വന്നു. എൻ്റെ ടോപ്പ് ഓഫ് ദ സ്റ്റാക്ക് എ ആണ്. അപ്പോൾ എൻ്റെ ടോപ്പ് ഓഫ് ദ സ്റ്റാക്ക് എ ആവും. 2 ഞാൻ ഇൻസേർട്ട് ചെയ്തു. എത്ര നമ്പർ ഓഫ് എസ് ഉണ്ടെങ്കിലും ഈ സ്റ്റെപ്പ് ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ആയിപ്പോകും. ഓക്കെ, ഇനി എനിക്ക് ഒരു ബി ആണ് അടുത്ത് തരണം. എൻ്റെ 2 ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി ഒരു ബി വന്നു. ബി വന്നപ്പോൾ ഞാൻ എന്താ പറഞ്ഞത്? ജസ്റ്റ് വേറൊരു സ്റ്റേറ്റിലേക്ക് പോവാം. ഓൺ സീയിങ് ബി വെൻ മൈ ടോപ്പ് ഓഫ് ദ സ്റ്റാക്ക് ഇസ് എ, ഐ കീപ് മൈ ടോപ്പ് ഓഫ് ദ സ്റ്റാക്ക് ആസ് എ itself and I go to another new state Q1. ഓക്കെ, എ ടോപ്പ് ഓഫ് ദ സ്റ്റാക്ക് എ ആക്കും. ബി വരുമ്പോൾ ഞാൻ ജസ്റ്റ് സ്റ്റേറ്റ് മാത്രം ചേഞ്ച് ആയി Q1ലേക്ക് പോകും. ഇവിടെ പിന്നെ എത്ര ബി വന്നാലും ടോപ്പ് ഓഫ് ദ സ്റ്റാക്കിൽ എ ആണെങ്കിൽ എൻ്റെ ടോപ്പ് ഓഫ് ദ സ്റ്റാക്ക് എ ആയിട്ട് റിമെയിൻ ആവും. ഓക്കെ, ഇനി ഞാൻ എന്താ ചെയ്യണം? അപ്പോൾ എൻ്റെ 2 ബീൻ്റെ കാര്യം സോൾവ് ആയി. ഇനി എനിക്ക് സി വന്നു. സി വരുമ്പോൾ ഞാൻ എന്താ ചെയ്യുക? സി വരുമ്പോൾ ടോപ്പ് ഓഫ് ദ സ്റ്റാക്ക് എ ആണെങ്കിൽ ഞാൻ അതിനെ പോപ്പ് ചെയ്യും. ഐ ഗോ ടു എ സ്റ്റേറ്റ് Q2 which is the final state. ഓക്കെ, Q2 ഫൈനൽ സ്റ്റേറ്റ് ആയിട്ടില്ല. ഫൈനൽ സ്റ്റേറ്റ് അല്ല, Q2 എന്ന് പറഞ്ഞ സ്റ്റേറ്റിലേക്ക് പോകും. ഫൈനലാവണമെങ്കിൽ അത് എം ടി ആവണേ. Q2 എന്നുള്ള സ്റ്റേറ്റിലേക്ക് പോകും. ഓക്കെ, ഈ Q2 എന്നുള്ള സ്റ്റേറ്റിൽ ഇപ്പോൾ എനിക്ക് സി എത്ര സി വേണമെങ്കിലും ഇൻപുട്ടായിട്ട് വരാം. എ ടോപ്പ് ഓഫ് ദ സ്റ്റാക്ക് ഉണ്ടെങ്കിൽ ഞാനതിനെ പോപ്പ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, ഇനി എനിക്ക് എം ടി ആവുമ്പോഴല്ലേ ഞാൻ ഫൈനൽ സ്റ്റേറ്റിലേക്ക് പോവാം. അപ്പം ഞാനിത് ഇപ്പം എൻ്റെ ഇൻപുട്ട് എം ടി ആയി. എല്ലാ 2 സിയും ചെയ്ത് കഴിഞ്ഞു.
എൻ്റെ ടോപ്പ് ഓഫ് ദ സ്റ്റാക്കിൽ ഡോളറാണ്. അപ്പോൾ എൻ്റെ ടോപ്പ് ഓഫ് ദ സ്റ്റാക്ക് ഡോളറായിട്ട് തന്നെ റിമെയിൻ ചെയ്യും. ഐ ഗോ ടു അനദർ സ്റ്റേറ്റ് Q3 which is the final state. I hope this is clear to you. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, ദിസ് ഇസ് ഹൗ യു ഡു ഇറ്റ്. ഇതിൻ്റെ നമ്മുടെ ഇൻസ്റ്റൻറ്റേനിയസ് ഡിസ്ക്രിപ്ഷൻ എഴുതുമ്പോൾ എന്താ വരിക? ഇൻസ്റ്റൻറ്റേനിയസ് ഡിസ്ക്രിപ്ഷൻ എഴുതുമ്പോൾ നമ്മൾ അല്ലെങ്കിൽ ഇതിൻ്റെ ഓക്കെ ഇൻസ്റ്റൻറ്റേനിയസ് ഡിസ്ക്രിപ്ഷനിൽ ആദ്യം ഇത് ചെയ്യാം. ട്രാൻസിഷൻ ഫംഗ്ഷൻ ചെയ്യാം. ഡോളർ ഇനീഷ്യലി ഐ എം ഇൻ ദ സ്റ്റേറ്റ് Q0 and on getting an input A, when my top of the stack is dollar, I go to a state Q0 and then my top of the stack is A dollar. Q0 A vannu, A aanu top engil Q0, A. Q0 B vannu, top of the stack A aanengil I go to a state Q1 and top of the stack remains A itself. Okay. ഇനി അതായത് മുമ്പ് എന്തുണ്ടായിരുന്നു അതന്നെ. ഓക്കെ, ഇനി Q1 B വന്നു, ടോപ്പ് ഓഫ് ദ സ്റ്റാക്ക് A ആണെങ്കിലും ഞാൻ Q1 തന്നെ റിമെയിൻ ചെയ്യും. ആൻഡ് ഇവിടെ A തന്നെ ആയിരിക്കും. ഓക്കെ, ഇനി Q1 ഡെൽറ്റ ഓഫ് Q1 when I am getting C and my top of the stack is A ആണെങ്കിൽ I go to a state Q2 and I pop. Okay. ഇനി Q2 എനിക്ക് ടോപ്പ് ഓഫ് C വന്നു, ടോപ്പ് ഓഫ് ദ സ്റ്റാക്ക് A ആണെങ്കിൽ ഞാൻ Q2 തന്നെ റിമെയിൻ ചെയ്യും. I pop. ഓക്കെ, ഇനി Q2 ഒരു ഇൻപുട്ടും ഇല്ല, നള്ളായി. ടോപ്പ് ഓഫ് ദ സ്റ്റാക്ക് ഡോളർ ആണെങ്കിൽ ഐ ഗോ ടു എ സ്റ്റേറ്റ് Q3 ആൻഡ് മൈ ടോപ്പ് ഓഫ് ദ സ്റ്റാക്ക് വിൽ ബി ഡോളർ. ഓക്കെ, ഐ ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ ടു യു. ഇൻസ്റ്റൻറ്റേനിയസ് ഡിസ്ക്രിപ്ഷൻ എന്താ വരിക? Q0 എൻ്റെ ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ A, B, C ആണ്. ഓക്കെ, ആൻഡ് ടോപ്പ് ഓഫ് ദ സ്റ്റാക്ക് ഡോളറാണ്. Q0 A വരുമ്പോൾ ഞാൻ ജസ്റ്റ് അതിനെ പുഷ് ചെയ്യും, A ഡോളറാവും. സെക്കൻഡ് A വരുമ്പോഴും ഞാൻ അതിനെ പുഷ് ചെയ്യും, B, A ഡോളറാവും. ഓക്കെ, ഇനി എന്താ ചെയ്യുക? നെക്സ്റ്റ് എനിക്കൊരു B ആണ് വരുന്നത്. അപ്പോൾ ഐ ഗോ ടു എ സ്റ്റേറ്റ് Q1, B ആവും. മറ്റത് A ഡോളറായിട്ട് തന്നെ ഇരിക്കും. Q1 A ഡോളറായിട്ടിരിക്കും. Q1 C വരുമ്പോൾ Q2 പോകും അല്ലേ? Q2 A ഡോളർ. Q2 ഈ സിയും കൂടി വന്നു, കഴിഞ്ഞു. അപ്പോൾ നള്ളായി, ഡോളറായി. നള്ളും ഡോളറാകുമ്പോൾ ഞാൻ അവിടെ പോകും. ഐ ഗോ ടു സ്റ്റേറ്റ് Q3. എൻ്റെ ഒന്നുമില്ല, നള്ളാണ്, എനിക്ക് ഇൻപുട്ടൊന്നുമില്ല. യു ക്യാൻ റൈറ്റ് ഡോളർ ആസ് വെൽ, നോ പ്രോബ്ലം. ഓക്കെ, ദിസ് ഈസ് വാട്ട് മൈ ഇൻസ്റ്റൻറ്റേനിയസ് ഡിസ്ക്രിപ്ഷൻ വിൽ ബി. ഓക്കെ, ഇനി ഇവിടെ ഞാൻ ഇപ്പം എൻ്റെ സ്ട്രിങ് ഇഫ് ഐ എം ചേഞ്ചിങ് മൈ സ്ട്രിങ്, ഇപ്പം ഇവിടെ A, B, C നമ്പർ ഓഫ് Aസും നമ്പർ ഓഫ് Cയും ഒന്നായിരുന്നു അല്ലേ? ഇനി ഞാനിതൊന്ന് മാറ്റി കൊടുക്കുകയാണ്. ഇഫ് ഐ എം ടേക്കിംഗ് മൈ സ്ട്രിങ് ആസ് A, B, C എന്നാക്കണല്ലോ. ഇങ്ങനെയാണ് എൻ്റെ സ്ട്രിങ് നോക്കിയോ, A, B, C. ഓക്കെ, A, B, C ആണെങ്കിൽ എന്താ ഇൻസ്റ്റൻറ്റേനിയസ് ഡിസ്ക്രിപ്ഷനിൽ ഇത് ആക്സെപ്റ്റഡ് ആയി. ഡോളറും ഡോളറുമാണ്, അതുകൊണ്ട് അത് ആക്സെപ്റ്റഡ് ആയി, empty ആയി സ്റ്റാക്ക്. ഓക്കെ, ഇനി ഞാൻ പി Q0 A, B, C. ഓക്കെ, ഡോളറാണ്. അപ്പോൾ എൻ്റെ ഇൻസ്റ്റൻറ്റേനിയസ് ഡിസ്ക്രിപ്ഷനിൽ Q0 A വന്നപ്പോൾ Q0 തന്നെ റിമെയിൻ ചെയ്തു.
ബി ബി സി സി എ ഡോളറായി. ഓക്കെ, ഇനി ബി വന്നപ്പോൾ ഒന്നുമില്ല, ഞാൻ ജസ്റ്റ് സ്റ്റേറ്റ് ചേഞ്ച് ചെയ്തോളൂ. അപ്പം എന്തായി? Q1 ബി സി സി എ ഡോളറായിട്ട് ഇനി അയക്കുന്നത്. ഇനി എനിക്കൊരു ബിയും കൂടി വന്നു. അപ്പം എന്തായി? Q1 സി സി എ ഡോളറായി. ഓക്കെ, ഇനി ഒരു സി വന്നു. Q1 സി വരുമ്പോൾ Q2 പോവും. സി ഡോളറായി. ഓക്കെ, Q2 സി ഡോളറായി. എനിക്ക് ഒരു സി ബാലൻസ് വന്നു അല്ലേ? ഒരു സി എനിക്ക് അവിടെ റിമൈനിങ് ആണ്. വിച്ച് മീൻസ് ഞാൻ എൻ്റെ ആക്സെപ്റ്റിംഗ് സ്റ്റേറ്റിലേക്ക് എത്തിയിട്ടില്ല. എൻ്റെ ഒരു സി സ്റ്റാക്കിൽ ഒരു സി എം ടി ആയിട്ട് വന്നു. ഇനി നെക്സ്റ്റ് എന്താണ്? എനിക്കൊരു സി ഇൻപുട്ട് ഉണ്ട്, പക്ഷെ എനിക്ക് പോപ്പ് ചെയ്യാനായിട്ടൊന്നുമില്ല. മനസ്സിലായോ? സോ വിച്ച് മീൻസ് ഇവിടെ ഒരെണ്ണം ബാലൻസ് ഒന്നും എൻ്റെ സ്റ്റാക്ക് എം ടി ആക്കാൻ പറ്റിയില്ല. വിച്ച് മീൻസ് ദിസ് പർട്ടിക്കുലർ സ്ട്രിങ് വിൽ നോട്ട് ഗെറ്റ് ആക്സെപ്റ്റഡ് അല്ലേ? ഇവിടെ എ ഒന്നും 2 സിയും ആണ്. അപ്പോൾ എന്തായാലും അത് ആക്സെപ്റ്റഡ് ആവില്ല. അതെങ്ങനെയാണ് ആക്സെപ്റ്റഡ് ആവാഞ്ഞത് എന്നാണ് ഞാൻ ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, സോ ദാറ്റ് ഈസ് ഹൗ യു ഡു ഇറ്റ്. Let's see the next question. L is equal to a raised to n plus 1, b raised to m, c raised to n, where n comma m is greater than or equal to 1. Okay. ഈ പ്രോബ്ലം നോക്കൂ, ഇത് കുറച്ചും കൂടിയും ഡിഫറെൻ്റ് ആണ്. ഇവിടെ നോക്കൂ, എ എന്ന് പറഞ്ഞത് സിനെക്കാട്ടിലും ഒരെണ്ണം കൂടുതലായിരിക്കണം. അപ്പോൾ നമ്മൾ സ്റ്റാക്ക് എം ടി ചെയ്തിട്ടാണ് ചെയ്യേണ്ടത്. എയിനെക്കാട്ടിലും സി ഒരെണ്ണം കൂടുതലായിരിക്കണം. ബിവിനെ നമ്മൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. എയും സിയും മാത്രമാണ് റിലേറ്റഡ് ആയിട്ടിരിക്കുന്നത്. രണ്ടും എൻ ആണ്, അപ്പോൾ അത് റിലേറ്റഡ് ആണ്. വിച്ച് മീൻസ് യു ക്യാൻ ഡെഫിനറ്റ്ലി ബിൽഡ് എ പി ഡി എ. ഓക്കെ, ആ പി ഡി എ എങ്ങനെ ബിൽഡ് ചെയ്യണം, അതിൻ്റെ ലോജിക്ക് എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ എങ്ങനെയായിരിക്കും ഇത് ചെയ്യുക? നമ്മൾ ഈ പി എനെ നിഗ്ലക്ട് ചെയ്യാറില്ലേ, അതേപോലെ ഫസ്റ്റത്തെ എനെയും നമുക്ക് നിഗ്ലക്ട് ചെയ്യാം. ഓക്കെ, ബാക്കി വരണ എ മാത്രം. ഫസ്റ്റ് എയും സിയും തമ്മിൽ ഒരെണ്ണത്തിൻ്റെ വ്യത്യാസമേ ഉള്ളൂ അല്ലേ? അപ്പോൾ ആ ഒരെണ്ണത്തിനെ നമ്മൾ നിഗ്ലക്ട് ചെയ്തിട്ട് ബാക്കി വരണ എനെയൊക്കെ നമ്മൾ ഇൻസേർട്ട് ചെയ്യാം. ഫസ്റ്റത്തെ എ വരുമ്പോൾ നമ്മൾ വി ജസ്റ്റ് ചേഞ്ച് ദ സ്റ്റേറ്റ്. ഓക്കെ, we do not push it onto the stack, we just change the state. ബി വരുമ്പോഴും സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യും, നമ്മൾ പുഷ് ചെയ്യില്ല. പിന്നെ എകൾ വരുമ്പോൾ ഫസ്റ്റത്തെ എ മാത്രം കഴിഞ്ഞിട്ട് രണ്ടാമത്തെ എ മുതൽ വരുമ്പോൾ നമുക്ക് സ്റ്റാക്കിലേക്ക് ഇട്ട് തുടങ്ങാം. ബിക്കോസ് എയും സിയും തമ്മിൽ ഒരെണ്ണത്തിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. ഓക്കെ, എന്നിട്ട് സി വെച്ചിട്ട് എല്ലാ എനെയും പോപ്പ് ഔട്ട് ചെയ്യാം. എന്നിട്ട് അങ്ങനെ സ്റ്റാക്ക് എം ടി ആക്കാം. ഓക്കെ, ലെറ്റ്സ് സി ഹിയർ. Q0 എന്ന് പറഞ്ഞ ഇനീഷ്യൽ സ്റ്റേറ്റിലാണ് ഞാൻ. ഓക്കെ, അപ്പോൾ ഇവിടെ എനിക്ക് ഫസ്റ്റത്തെ എ വന്നു. ഫസ്റ്റത്തെ എ വരുമ്പോൾ എൻ്റെ ഡോളറാണ് എൻ്റെ മുകളിൽ. അപ്പം ഞാൻ അതിനെന്താക്കി? ഞാനൊന്നും ചെയ്തില്ല, ഞാൻ സ്റ്റേറ്റ് മാത്രം ചേഞ്ച് ചെയ്തു. ഡോളർ എന്നെ വെച്ചിട്ട് ഞാൻ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്തു. Q1 പോയി. ഓക്കെ, സോ Q0 എനിക്ക് നെക്സ്റ്റ് എ വന്നു. നെക്സ്റ്റ് എ വരുമ്പോൾ ഞാൻ എന്താ ചെയ്യുക? ഇതിപ്പോൾ ഫസ്റ്റത്തെ എ മാത്രമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഇങ്ങനെ എഴുതാം, അല്ലെങ്കിൽ ഇത് ഇവിടെ എഴുതാം കേട്ടോ. ഓക്കെ, ഞാനത് കൺഫ്യൂഷൻ അവോയ്ഡ് ചെയ്യാനായിട്ട് ഞാൻ തിരിച്ചെഴുതാം. അതായത് കുറേ എണ്ണം വരുന്നില്ല, അപ്പോൾ ഒരു എ മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ നമുക്കതങ്ങനെ ആ ലൈനിൽ തന്നെ എഴുതാം. അപ്പോൾ നമുക്കൊരു ഡൗട്ട് വേണ്ട. അപ്പോൾ ആദ്യത്തെ എ വന്നു. എനിക്ക് എൻ്റെ സ്റ്റാക്ക് ടോപ്പ് സിമ്പിൾ ഡോളർ മാത്രമാണ്. അപ്പോൾ ഞാൻ ഡോളർ ഇനി ആക്കി ഒരു ചേഞ്ച് ചെയ്യാനുള്ള സ്റ്റേറ്റ് മാത്രം ചേഞ്ച് ചെയ്ത് Q1 പോയി. ഓക്കെ, Q1 മുതൽ ഇനി ഫസ്റ്റത്തെ കഴിഞ്ഞില്ല. ഇനി എത്ര എ വന്നാലും എനിക്ക് ഇൻസേർട്ട് ചെയ്യാൻ കുഴപ്പമില്ല. എ ആണ്, നെക്സ്റ്റ് എ വന്നു, എൻ്റെ ടോപ്പിൽ ഡോളറാണ്. അപ്പം ഞാൻ അതിനെ എ ഡോളറാക്കി. പിന്നെ എനിക്കൊരു എ വന്നു, എൻ്റെ ടോപ്പിൽ എ ആണ്. അപ്പം ഞാൻ അതിനെ എ ആക്കി. എല്ലാ എനെയും ഇൻസേർട്ട് ചെയ്തു. ഓക്കെ, ഇനി എനിക്ക് ബി വന്നു. ബി വരുമ്പോൾ എൻ്റെ ടോപ്പിൽ എ ആണ്, ഞാൻ ഒന്നും ചെയ്യില്ല, അത് എ എന്നെ ടോപ്പാക്കി വയ്ക്കും. ഓക്കെ, എന്താണോ ടോപ്പിലുണ്ടായിരുന്നോ അത് അതേപോലെ തന്നെ വയ്ക്കും. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യും? ഐ വിൽ ഗോ ടു എ സ്റ്റേറ്റ് Q2. Q2 എത്ര ബി വന്നാലും എ ടോപ്പിലുണ്ടെങ്കിൽ അത് എ എന്നെ ആക്കി നമ്മൾ വയ്ക്കും. ഓക്കെ,
Q2ലേക്ക് പോയി. ഇനി എനിക്ക് അപ്പോൾ ബിൻ്റെ കഴിഞ്ഞു. ഇനി എനിക്കൊരു സി വന്നു. Q2ൽ when I am getting C and my top of the stack is A, ഞാനതിനെ കോപ്പി ചെയ്യും. Q3ൽ പോകും. Q3ൽ എത്ര സി വന്നാലും ടോപ്പിൽ എ ഉണ്ടെങ്കിൽ ഞാൻ അതിനെല്ലാം കോപ്പി ചെയ്യും. ഫൈനലി എനിക്ക് എം ടി ആവും, ഒന്നുമില്ലാണ്ടാവും. ടോപ്പ് ഓഫ് ദ സ്റ്റാക്ക് ഡോളറാണ്. ഞാൻ എൻ്റെ ഡോളർ തന്നെയാവും. I will go to a state Q4 which is the final state. ക്ലിയർ ആണോ? നിങ്ങൾക്ക് മനസ്സിലായോ എങ്ങനെയാണ് ചെയ്യണേന്നുള്ളത്? സോ ദിസ് ഇസ് വെരി സിമ്പിൾ. നമ്മൾ സ്റ്റാക്ക് എം ടി ആക്കണം, ആ ഒരു കൺസെപ്റ്റ് മാത്രം നിങ്ങൾ ഓർത്താൽ മതി. ഓക്കെ, യു ക്യാൻ റൈറ്റ്. ഇതിപ്പോൾ നിങ്ങൾക്ക് ഇത്രയും നേരം നമ്മൾ അതിൻ്റെ ട്രാൻസിഷൻ ഫംഗ്ഷനും ഇൻസ്റ്റൻറ്റേനിയസ് ഡിസ്ക്രിപ്ഷനൊക്കെ പറഞ്ഞു. You do it by yourself and see whether you're getting it or not. Okay, so this is the transition diagram for A raised to n plus 1, B raised to m and C raised to n. I hope this is clear to you.